ഞങ്ങള് മായാ നയനങ്ങളിൽ അതിൽ കോട്ടക്കേട്ട ഹീറോ ആയിരുന്നു. അശോകേട്ടനേക്കാളും സീനിയറാണ് തോന്നുന്നു. സ്കൂൾ പഠിക്കുന്ന ഒരു പ്രായത്തിൽ തുടങ്ങിയതാണ് സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ എത്തുക എന്നുള്ളൊരു ആഗ്രഹവും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ ആഗ്രഹിച്ചത് നേടി എന്ന് പറഞ്ഞ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേരമായിരുന്നു ആ ഫയർ വരണ്ടിയിരുന്നത്. അതൊരു ചതുരത്തിനകത്താണ്. അപ്പനും ഒരു കട്ടിലിനകത്താണ്. അതുപോലെ ഞാനും ഇപ്പോൾ ചതുരത്തിനകത്താണ്. എന്നെ വെച്ചിട്ട് അത് ചെയ്യാൻ ആവശ്യക്ക തീരുമാനം തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഷൂട്ട് നടക്കുമ്പോൾ വരെ ഇക്കാനെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് വേണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് ഇപ്പോഴും ബോഡി ബിൽഡിംഗ് ഒന്ന് ചവിട്ടിയിരിക്കുകയാണ്. കാരണം സത്യം പറഞ്ഞാൽ അത് കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ മസിലൊരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു. സത്യസന്ധമായിട്ട് പറയാം, അതിനകത്ത് കൂടെ അഭിനയിച്ചവരെല്ലാവരും പോലീസുകാരായിരുന്നു. എൻ്റെ ചീത്ത വിളി കേട്ടിട്ട് അവർ പറഞ്ഞു എന്താ അറിയോ, ഞങ്ങൾ പോലും ഇത്ര വിളിക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ കേൾക്കാത്ത ചീത്തയാണ്. ജനങ്ങളുടെ ചെകിട്ടത്ത് അടി കിട്ടുന്ന പോലെ ഒരു സാധനമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അല്ലേ ഒരു ഞെട്ടലുണ്ട്. പിള്ളേർക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ സൂമ്പ? തീർച്ചയായിട്ടും അതിലൊക്കെ ഇങ്ങനെ കയറി ഇടപെടണോ? അത് ഭയങ്കര സ്വേച്ഛാധിപത്യമാണ്, ഫാസിസമാണ്. മഹേഷിന്റെ പ്രതികാരത്തിലെത്തുമ്പോ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറയുന്ന സാധനമാണ്. സ്വന്തമായിട്ട് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി? ഓരോ വിവാദം വരുമ്പോഴും ഞാൻ പറയാറുണ്ട്. അപൂർവ പുത്രന്മാർ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് നമുക്കൊപ്പം ഉണ്ട്. സജിനുണ്ട്, വിഷ്ണു ഉണ്ട്, അലൻസീർ ഏട്ടനുണ്ട്, നിശാന്ത് സാഗർ. ഹായ്. നിശാന്തിനെ ഞാൻ കുറെ നാളായി കാണാൻ ആഗ്രഹിക്കുക. താങ്ക് യു. ഞാനും അതെ, എന്താ ഞങ്ങൾ പരസ്പരം പുകഴ്ത്തി. ഇനി ആരാ തഗ് പറയാ? അല്ല, പുള്ളി നേരത്തെ പറയായിരുന്നു ആരുമായിട്ടും അങ്ങനെ കോണ്ടാക്ട്സ് ഇല്ല, അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഓ, അങ്ങനെ കോണ്ടാക്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുക. പുള്ളി ആവശ്യമില്ലാത്തവര് അടുപ്പിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഗ്യാപ്പ്. ഓ, അങ്ങനെയാണ് ആ ഗ്യാപ്പ്. അടുപ്പിച്ചവരെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. പണ്ടത്തെ ഹീറോ ഞങ്ങള് മായാ നയനങ്ങളിൽ ആ പാട്ട് ഓർമ്മയുണ്ടോ? മനസ്സിലൊരു മഞ്ഞുതുള്ളി, അതിൽ കോട്ടക്കേട്ട ഹീറോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അശോകേട്ടനേക്കാളും സീനിയറാണ് തോന്നുന്നു. അടിപൊളി. അപ്പനില് അസാധ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ പിടിച്ചോണ്ടല്ലോ ഇന്ന് ഉറയ്ക്കാൻ തോന്നുന്നു. ചില സമയത്ത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പിടിച്ച് എണീക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ ചിലതിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ചില വോയിസ് മോഡുലേഷൻസ് ഗംഭീരമായിരുന്നു. അപ്പനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. നമുക്ക് അപൂർവപുത്രനിലേക്ക് എത്താം. അപ്പനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അത്രയും ഒരു റൂമിനകത്ത്, ഒരു കട്ടിലിനകത്ത് മാത്രമാണ് അയാളുടെ ചലനങ്ങളുള്ളൂ. അപ്പോൾ അയാളുടെ ശബ്ദം കൊണ്ട് മാത്രമേ അയാൾക്ക് ആ വീട് ഈ പുരയിടവും അടക്കി ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് എൻ്റെ ശബ്ദം എടുക്കുന്നതിനേക്കാളും ഒരു കൃത്രിമമായിട്ടുള്ളൊരു സിങ് സൗണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. ആ വോയിസ് ഓവറിൽ സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിത് സണ്ണിക്ക് അയച്ചു കൊടുത്തു, സണ്ണി വേൻ. അപ്പോൾ അവൻ പറഞ്ഞു ഇത് സിങ് സൗണ്ടാണ്, അവസാനം വരെ നിൽക്കുമോ? പിന്നെ ഞാനിത് നാടകത്തിലൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സിങ് ആ ശബ്ദം മോഡുലേഷനിലേക്ക് വന്നത്. ഓ, അപ്പം ഉയർത്തിപ്പിടിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ മീതെയാണ് പിടിക്കേണ്ടത്. അതെ അതെ, ഒരു അസാധ്യ പരിപാടിയാണത് അങ്ങനെ പിടിക്കുക. പക്ഷെ നല്ല രസമായിട്ടേ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്നുള്ളതാണ്. താങ്ക് യു. അതേപോലെ ചതുരത്തിലും ഇതേ തരത്തിൽ തന്നെ ഒരു നല്ലൊരു അഭിനേതാവോ അഭിനയിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത് ചതുരം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇങ്ങനെ ഉള്ള ചില പരിപാടികൾ പിടിക്കാൻ ഇത്തരത്തിലുള്ള കുറച്ച് പേര് വേണം നമ്മുടെ മലയാള സിനിമയിലെന്ന് തോന്നില്ലേ? അപ്പനും ചതുരവും, ചതുരത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അതൊരു ചതുരത്തിനകത്താണല്ലോ. അപ്പനും ഒരു കട്ടിലിനകത്താണ്. അതുപോലെ ഞാനും ഇപ്പോൾ ചതുരത്തിനകത്താണ്. വേറെ ചില ചതുരങ്ങളിലാണെന്നേ ഉള്ളൂ. നമുക്കിന്ന് ചതുരം പൊട്ടിച്ച് പുറത്താണ്. പക്ഷെ നമ്മൾ ഇടിയൻ ചന്തുവിനാണ്, പീറ്റർ ഹെയ്ൻസ് വന്ന പരിപാടിക്കാണ് അവസാനം കണ്ടത്. മലയാള സിനിമയിൽ വിഷ്ണു കയറി വരുന്ന ഒരു ടൈമുണ്ട്. എഴുതിയാണ് നിങ്ങൾ കയറി വരുന്നത് അമർ അക്ബർ ആൻ്റണിക്കകത്ത്. അത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു വെടിക്കെട്ട് വരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെടിക്കെട്ടൊരു സക്സസ് ആയിരുന്നു. അങ്ങനെ ഒരു പ്രൊഡ്യൂസറായി കിട്ടിയ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ജമ്പിങ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ വെടിക്കെട്ട് വിജയിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഹാപ്പിനെസ് തോന്നിയത്? വെടിക്കെട്ട് ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി അതിൻ്റെ ബിസിനസ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു, കാരണം ഞങ്ങളുടെ അതിനു മുമ്പുള്ള സിനിമകളൊക്കെ വളരെ ഒരു കുറച്ചും കൂടി വലിയ സ്കെയിലിൽ വിജയിച്ചതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് വെടിക്കെട്ട് ആക്ച്വലി അങ്ങനെ ഒരു സന്തോഷമല്ല തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്.
നമ്മൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്രൗഡും അവരുടെയൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നത് തന്നെയായിരുന്നു. സ്റ്റിൽ എന്നാൽ പോലും നമ്മൾ വെറുതെ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതായിരുന്നില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പരിപാടി. പക്ഷെ നിങ്ങളുടെ എഴുത്ത് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എഴുതി മാറ്റിയതാണ്, അവിടെ നിന്ന് നിങ്ങൾ എഴുതി കയറി വന്നവരാ. അതും ഇപ്പോൾ വിഷ്ണുവൊക്കെ തന്നെ അതിനകത്ത് ലീഡ് റോള് ചെയ്യുന്ന സമയത്ത് അതൊരു ചരിത്രമായി മാറുകയാണ് ചെയ്തത്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി നിങ്ങളെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ്. അതാണ് ശരിക്കും ആർട്ട്. നാടകത്തിലൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറയുന്നത് അതാണ്. എഴുതി അവർ തന്നെ ആത്മാവ് കൊടുത്ത് അവർ തന്നെ ചിലപ്പോൾ സ്റ്റേജിൽ കയറി അവതരിപ്പിച്ച് ഹിറ്റാക്കുക എന്ന് പറയുന്ന പരിപാടി ഗ്രാൻഡ് പരിപാടിയാണ്. അങ്ങനെയുള്ള പരിപാടികൾ വരുന്നുണ്ടോ? അടുത്ത എഴുത്ത് വരുന്നുണ്ട്. ആ, ഇങ്ങനെ ഉഴപ്പി പോരുത്. അടുത്ത എഴുത്ത് വരണം. സജിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ മൂക്കുത്തിയെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ആ ഷോർട്ട് ഫിലിം ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം. അത് തന്നെയാണോ ഈ എൻട്രിയിലേക്ക്? മൂക്കുത്തി ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മളൊരു പരിപാടി ചെയ്തത് ആൾക്കാർ കണ്ട് അഭിപ്രായം പറഞ്ഞൊരു സംഭവമായിരുന്നു. ഗിരീഷാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ മൂക്കുത്തി അന്ന് യൂട്യൂബിലൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നു. അതിനുശേഷമാണ് തണ്ണീർമത്തനിലേക്കുള്ള ഒരു എൻട്രി ഗിരീഷിന് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. തണ്ണീർമത്തന്റെ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ ആളുകൾ പറഞ്ഞ ചെറിയൊരു ഏതൊക്കെ ചെറിയ പടമൊക്കെ എന്നൊക്കെ പറഞ്ഞു. പടം തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ആ വനിതാ വേദിയുടെ സൈഡിൽ ഞങ്ങളെ ഓഫീസ് അവിടെയായിരുന്നു, കേരള വിഷന്റെ. ഞെട്ടി പടം ഇങ്ങനെ കയറുക, ഞങ്ങൾ വരെ ഇടിച്ചാണ് ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറുന്നത്. അത് അന്ന് രാത്രി ഞങ്ങള് ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി പത്മയില് ഞാനും ഗിരീഷും കൂടി ഞങ്ങള് ഞെട്ടിപ്പോയി. ഫുൾ വണ്ടികള് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. മ്യൂസിക്കൽ സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗിരീഷയുടെ പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സൂപ്പർ ശരണ്യ. അതെ അതെ. പക്ഷെ സ്ക്രിപ്റ്റിംഗ് വർക്ക് ഇപ്പോ നടക്കുന്നുണ്ട് ഒരു പരിപാടി. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള സമയങ്ങളൊക്കെ എടുക്കുമായിരിക്കും. ചേട്ടാ, അപൂർവ പുത്രന്മാർ, ഇതൊക്കെയാണോ പുത്രന്മാർ? എന്താ സംഭവം? എന്താ? ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല, ആ സത്യം പറയാം. പോയി അങ്ങ് ചെയ്തു. എൻ്റെ കഥാപാത്രം എനിക്കിഷ്ടമായി. ഞാൻ ഇവരുടെയൊക്കെ കാര്യം അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഇത് കാണുമ്പോൾ മനസ്സിലാക്കിയ പോരെ. ഇവരൊക്കെ എന്ത് ചെയ്യാലും എനിക്ക് കുഴപ്പമില്ല. അല്ല, അലഞ്ചേട്ടന് എന്തോ ഒരു ചതുരത്തിനകത്താണ് ഇതില്, അത് മാത്രം പുള്ളി അന്വേഷിച്ചിട്ടുള്ളൂ. ഇതിലും ചതുരത്തിലാ? അങ്ങനെ കിടപ്പാക്കാന്ന് വിചാരിക്കണം. ചിലർക്കൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ട്, ചതുരത്തിലാക്കാന്ന്. ചതുരത്തിലാക്കി കളയാം, കട്ടലിൽ കിടത്തി കളയാം എന്നൊക്കെ പരിപാടിയുണ്ട്. നടക്കില്ല, അതൊന്നും സമ്മതിക്കില്ല. സംഭവം എന്താ ഈ പരിപാടി പിടിച്ചേക്കണേ? സംഭവം അച്ഛനും മക്കളും അപൂർവ പുത്രന്മാരാണ്, സാധാരണ പുത്രന്മാരല്ല. പൂർവ്വജന്മത്തിൽ ഈ അച്ഛന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇവർ ഈ മക്കൾക്ക് യോഗം ഉണ്ടായി. അങ്ങനെ പിതാവിന് പുത്രന്മാരാൽ ത്രാവണം കിട്ടുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അത് ഞാൻ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ പയ്യനോട് ചോദിച്ചു, സത്യത്തിൽ എന്തായിരുന്നു ഇതിൻ്റെ കഥ? പ്രൊമോഷന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊമോഷൻ എന്തെങ്കിലും പറയണമല്ലോ. ഞാൻ പറഞ്ഞു സങ്കീർണമായിപ്പോയി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ടു, ഞാനത് എനിക്കറിയാവുന്നുള്ള പോലെ ചെയ്തു. പക്ഷേ എനിക്ക് രസകരമായൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്, ഞാൻ ലലിച്ചേട്ടനുമായിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ സീൻസ്. അപ്പോൾ ഇദ്ദേഹമാണ് അതിന് പിതാവായിട്ട് അഭിനയിക്കുന്നത് ഈ പുത്രന്മാരുടെ. ഇവർ മൂന്നുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ട് തലതെറിച്ചവന്മാരും തലതെറിക്കാത്ത ലാലിച്ചേട്ടനും ഞാനും ഇങ്ങനെ ഊഹിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ എല്ലാ സീനിലൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുണ്ട് പല സാധനങ്ങളും. എനിക്ക് എൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഡബിങ് സ്ഥലത്ത് മാത്രം. ഞാനും പ്രേക്ഷകരെ പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. സജിൻ ശരിക്കും പടം അറൗണ്ട് കണ്ടോ? ഞാൻ ഡബ് ചെയ്യുമ്പോൾ കണ്ടതാണ്, ഫൈനൽ ഔട്ട് കണ്ടില്ല. പക്ഷെ ഇതൊരു സറ്റയറാണ്, ത്രൂ ഔട്ട് കോമഡി ആയതുകൊണ്ട് നമുക്കറിയാം അതിൽ ഒരു സീൻ പോലും തമാശയില്ലാത്ത അങ്ങനത്തെ ഒരു സിനിമയാണ്. ഏതാണ്ട് ഇവരൊക്കെ എഴുതുന്ന ടൈപ്പ് സിനിമകൾ ആ ഒരു കാറ്റഗറിയിലൊക്കെ പരിപാടി. അങ്ങനെയാണോ വിഷ്ണു? അതെ അതെ, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. പിന്നെ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു വിഷയം കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ വളരെ വിമർശനാത്മകമായിട്ട്. സറ്റയറാണ്, 100% സറ്റയറാണ്. സറ്റയറിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്, അല്ലാതെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് സെറ്റർ ആകുന്നതല്ല. അങ്ങനെ ഉണ്ടല്ലോ, അത് മലങ്കൾട്ട് സറ്റയർ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്തേക്കുന്നതാണ്. അതെ,
നിശാന്ത് ഏട്ടാ എന്താണ് ഇങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത്? ഇല്ല, ഞാനിങ്ങനെ കേൾക്കായിരുന്നു. ഈ പിള്ളേരെയൊക്കെ മര്യാദ പഠിപ്പിക്കുക, സീനിയർ അല്ലേ? അതെ, ഞാൻ ഇവരിൽ നിന്ന് ഈ സംസാരത്തിൽ നിന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെയാണ് അത് കാര്യങ്ങൾ ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കി തുടങ്ങി. മനസ്സിലാക്കുന്നത്. നമ്മുടെ സജിൻ പറഞ്ഞ പോലെ ഒരു രസമുള്ളൊരു കുറച്ച് കാര്യങ്ങൾ വേറെ രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഒരു നല്ല രീതിയിലാണ് അതിൻ്റെ ഒരു അവതരണവും. അത് തീർച്ചയായിട്ടും അത് കിട്ടും ആളുകൾക്ക് അതിൻ്റെ ഒരു കിട്ടിയേ പറ്റും. അതെ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊടുക്കും. നിങ്ങൾക്ക് എന്താ ഒരു ചാർജ് ഇല്ലാത്ത? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സൂമ്പ കളിച്ചാലാ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. എന്താണ് കാലുവൈ അല്ലെങ്കിൽ സൂമ്പ കളിക്കാറ്? സൂമ്പയ്ക്ക് എന്താ കുഴപ്പം? അല്ല, അതാണ് സൂമ്പയ്ക്ക് എന്താ കുഴപ്പം? അതാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അതെ, പിള്ളേർക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ സൂമ്പ? തീർച്ചയായിട്ടും അതിലൊക്കെ ഇങ്ങനെ കയറി ഇടപെടണോ? അല്ലേ? അത് ഭയങ്കര സ്വേച്ഛാധിപത്യമാണ്, ഫാസിസമാണ്. അത് കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ അവരുടെ ലൈഫ്. അവരുടെ സ്ട്രെസ്സും അവർക്കുണ്ടാകുന്ന പിരിമുറുക്കങ്ങളൊക്കെ അവരങ്ങനെ തുറന്നു വിടട്ടെ. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നതിന് പകരമായി മറ്റൊരു ലഹരി അവർ ആർട്ട് ഫോമിലൂടെ കണ്ടെത്തട്ടെ. അതിന് ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അങ്ങനെ ആകുലപ്പെടുന്നവര് അത് ഡിസ്കസ് ചെയ്ത് അല്ല, തീരുമാനിക്കട്ടെ. നമ്മുടെ സൊസൈറ്റി അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് അതിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ. അത് ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു കരിയറിലെന്ന് പറഞ്ഞാൽ ശരിക്കും അന്നയും റസൂലും വരുമ്പോഴത്തേക്ക് ചെറിയൊരു സംഗതി വരുന്നുണ്ടെങ്കിലും മഹേഷിൻ്റെ പ്രതികാരമാണ് ശരിക്കും നമ്മൾ നോട്ടബിൾ ക്യാരക്ടർ, ഇല്ലെങ്കിൽ ആഘോഷിച്ചത്, ട്രോൾ ചെയ്യപ്പെട്ടത്. നമ്മളിപ്പോഴും ചില ലുക്സൊക്കെ ഇപ്പോഴും ട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവിടം വരെ എത്തുമ്പോൾ ഒരുപാട് സിനിമകളിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു നടനെ ആവശ്യമാണ്, ഇനി മാറ്റി നിർത്താൻ പറ്റില്ല എന്നൊരു സ്റ്റേജിലെത്തുന്നത്. പിന്നെയാണ് ഈ 93 ദൃക്സാക്ഷിയും പോലുള്ള സിനിമകളും ഒരുപാട് സിനിമകൾ അതിന് ശേഷം വന്നു. പിന്നെ അവിഭാജ്യ ഘടകമാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ അന്നയും റസൂലും ശരിക്കും രാജീവ് രവി സ്കൂളാണ്. അവിടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒരു നാടകത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം ആ സെറ്റിലൊക്കെ കിട്ടിയേക്കാം. എങ്ങനെയായിരുന്നു രാജീവ് രവിയുടെ ചിത്രങ്ങളിലെ? രാജീവായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി രാജീവിൻ്റെ ഒരു കോൾ വരുന്നു, ഞാൻ മലയാളത്തിലൊരു സിനിമയിൽ നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഒരു വേഷം ചെയ്യണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നാളെ അലനെ വെച്ചാണ് ഷോട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അല്ല, നാളെ തുടങ്ങണം, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയാണ് തുടക്കം. മധു നീലകണ്ഠനും ഞാൻ ചെയ്ത പണ്ടത്തെ ഡോക്യുമെൻ്ററിയിലൊക്കെ ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൗഹാർദ്ദമുണ്ട്. മധു ഒരു ബൈക്കിൽ കയറിയിട്ട് ഞാനാണ് ബൈക്ക് ഓടിക്കുന്നത്, ക്യാമറയായിട്ട് പുറകിലിരിക്കുന്നു. ബൈക്ക് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പോകുന്നു. ആക്ഷൻ പറഞ്ഞു രാജീവ്. ബൈക്ക് പോയി കറങ്ങി വരാൻ പറഞ്ഞു, മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ കറങ്ങാൻ പറഞ്ഞു. ഈ പോകുന്ന വഴിക്കൊക്കെ ക്യാമറയുണ്ട്. അപ്പോൾ ഞാൻ ശീലിച്ച സിനിമാ സമ്പ്രദായങ്ങളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അടുത്ത ക്യാമറ എത്തുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ ക്യാമറ വെച്ചിട്ടാണ് ആ യാത്ര ഷൂട്ട് ചെയ്തത്. അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് രാജീവിൻ്റെ മിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ്. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ രാജീവ് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ അത് 6 പേജ് ഉണ്ടാവും, അതിൽ 5 പേജ് വെട്ടും, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കും എടുക്കുക. പക്ഷേ ഈ കുറ്റവും ശിക്ഷ ഇതിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഡ്രാമ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ സ്കോഡ് വിജയിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കുറച്ചുകൂടെ അതിനകത്ത് ഡ്രാമ ഉണ്ടായിരുന്നു. പക്ഷേ രാജീവേട്ടൻ അങ്ങനെ അതിനകത്തൊന്നും അങ്ങനെ ചെയ്യേണ്ട. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും കൂടി എഴുതിയ സ്ക്രിപ്റ്റാണ്. സിബിസാറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ രാജീവ് സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് എനിക്ക് തോന്നിയത് അതിനകത്തുള്ള ഡ്രാമ പൊളിച്ചു കളയാന്നുള്ളത്. ഒരു റിയൽ ലൈഫാണല്ലോ അത്. പക്ഷെ അതിനകത്ത് ഡ്രാമ ചോർന്നു പോയത് പോലെ തോന്നുമ്പോൾ അത് ഒരു സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണ് അത് പ്രകടമായ ഡ്രാമ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് നല്ല പ്ലേ ഉണ്ട്, ഉള്ളുണ്ട്. പക്ഷെ അത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ചിലർക്കൊന്നും കിട്ടില്ല. അതാണ് ഈ മാസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനമായതുകൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ നാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് ഈ ട്രാൻസിഷനിലേക്ക് വരുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നില്ലേ അനൻസി? തീർച്ചയായിട്ടും ഞാൻ എന്നെ ശിവാജി ഗണേശനേക്കാളും ഗംഭീരമായിട്ട് അഭിനയിക്കുമായിരുന്നു, അഭിനയിച്ച് താർക്കും. അപ്പോൾ എം ബി സുകുമാരൻ നായരുടെയൊക്കെ കൂടെയാണ് വർക്ക് ചെയ്തത് ആദ്യം, അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണ്. അഭിനയിക്കണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ നാടകശീലം വെച്ചിട്ട്
പിന്നെ അഭിനയിക്കാതെ ഞാൻ എന്തിനാണ് നടനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഉം. അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. ഉം. എനിക്ക് ഈ നാടകശീലം ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ എൻ്റെ പെർഫോമൻസിൽ നാടകം കടന്നു വരും. ഉം. ഞാൻ ഭയങ്കര ഓപ്പണാവും. എനിക്ക് സബ്റ്റിൽ ആക്ടിങ് എന്ന് പറയുന്ന സാധനം ഞാൻ എത്തുന്നത് രാജീവിൻ്റെയും പോത്തൻ്റെയും സുകുമാരൻ്റെയൊക്കെ പടത്തിലാണ്. ഈ മഹേഷിന്റെ പ്രതികാരത്തിലെത്തുമ്പോൾ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറയുന്ന സാധനമാണ്. സ്വന്തമായിട്ട് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി? ഓരോ വിവാദം വരുമ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരാറുണ്ട്. അതൊക്കെ ശരിക്കും നമ്മൾ പറയില്ലേ ഏണി വെച്ച് പിടിക്കാന്ന് പറയില്ലേ, അതേപോലെ ഒരു പരിപാടിയായിരുന്നു. അല്ല, അത് അങ്ങോട്ട് പോകുന്ന ഈ കലാകാരൻ ഇങ്ങനെ അവർ വെർജുണ്ടാവുമല്ലേ, അത് പ്രതികരിച്ചേ പറ്റൂ, അങ്ങനെ ഇറങ്ങണം. ബസ്സിനകത്ത് കയറിയിട്ട് അങ്ങ് അർമാദിക്കായിരുന്നു. അത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഉം. ഞാനിത് ആദ്യം തുടങ്ങിയ പരിപാടിയല്ല. നാടകം ചെയ്യുന്ന കാലത്ത് മുതൽ ഇതുണ്ട്. പക്ഷെ സിനിമാക്കാരനായപ്പോഴാണ് ഇത്രയും വലിയൊരു ശ്രദ്ധ കിട്ടി തുടങ്ങി, മീഡിയയിൽ അറ്റൻഷൻ വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് സിനിമാക്കാരൻ കാരവാനിനകത്തും ക്യാമറയ്ക്ക് മുമ്പിലും പിന്നെ ഹോട്ടൽ റൂമിലും മാത്രമേ താമസിക്കാവൂ. അവന് പുറത്തിറങ്ങി നാടകം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. വെറുതെ ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലേ, കേട്ടോണ്ടിരിക്കുന്നതിന്റെ സുഖം പറയുമ്പോ ഇല്ലല്ലോ. പറഞ്ഞേ പറ്റൂ. ഞാൻ അതിനെ പറ്റി ആലോചിക്കായിരുന്നു അലഞ്ചേട്ടൻ പറഞ്ഞതിനെ പറ്റി. അതെ, ഒരു നടൻ ഈ കാരവനില് അതെ ഹോട്ടൽ റൂമിലും ക്യാമറയുടെ മുമ്പിലും മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു അവസ്ഥയെ ഇടപെടുന്നില്ലല്ലോ ആരും സമൂഹത്തിൽ. അതെ അതെ, അതൊരു നാടക നടൻ അത് പറ്റാറുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ചെയ്തിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമ്മൾ ഇറങ്ങി തന്നെ പ്രവർത്തിക്കണോ? അതെ, അതെനിക്കൊന്ന് കൂടുതൽ റീച്ച് ആവുന്നു, ജനങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എന്നാൽ അതിന്റെ ഒരു പവർ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അലഞ്ചേട്ടൻ വേഷം കെട്ടി തെരുവിലൂടെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം നേരിട്ട് ഈ പറഞ്ഞ ഈ നാടകവും സിനിമയും തമ്മിലുള്ളൊരു വ്യത്യാസം പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ എത്തിക്കുന്നതും നേരിട്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും തമ്മിൽ ഈ പറയുന്നൊരു വ്യത്യാസം തന്നെ അവിടെയും ഉണ്ട്. ആ നേരിട്ട് കാര്യങ്ങൾ എത്തുന്നതിന് അതെ അത് നാച്ചുറലി ഷൂട്ട് ചെയ്യപ്പെടുന്നു, അത് വൈറലാവുന്നു. ഇത് പക്ഷെ വേറെ ജോണർ കൂടെയാണല്ലേ. അതായത് ഇന്ററാക്റ്റീവ് ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സാധ്യതകൾ വെച്ചിട്ട് വീണ്ടും അതിനെ പൊലിപ്പിക്കുന്ന ഒരു പരിപാടി. അത് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നുണ്ട്. സ്ക്രിപ്റ്റഡ് അല്ല ആക്ച്വലി. അതിന്റെ ഒരു ഗുണമുണ്ട്. ഇത് ഭയങ്കര വേറെ കളിയാണ്, കൈവിട്ട കളി കൂടെയാണ്. അതൊരു ജനങ്ങളുടെ ചെകിട്ടത്ത് അടി കിട്ടുന്ന പോലെ ഒരു സാധനമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അല്ലേ ഒരു നെട്ടലുണ്ട്. ആ നെട്ടൽ ഒരിക്കലും ഈ ഇതിൽ കാണുമ്പോൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരങ്ങനെ ഇറങ്ങണം. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉള്ള പോലെ ഒരുപാട് അലഞ്ചേട്ടന്മാര് സുരാസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇത്തരം നാടകശീലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ വളരെ സജീവമാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണോ? ഇപ്പോഴും ഉണ്ട്. ഗറില്ല തിയേറ്റർ എന്നാണ് അതിനറിയപ്പെടുന്നത്. അവരൊരു ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങുക, അത് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരിക, ആക്ടേഴ്സാണെന്ന് അറിയാതിരിക്കുക, അവർ ഇതിനകത്ത് ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നു, അതിനകത്ത് പ്രേക്ഷകർ ഇൻവോൾവ് ആകുന്നു, അവരറിയാതെ തന്നെ അവർ നാടകത്തിൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെയുള്ളൊരു തിയേറ്റർ രീതി ആണ് ഈ ഗൊറില്ല തിയേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ റെസ്പോൺസ് കിട്ടുമ്പോൾ പലതരത്തിലുള്ള റെസ്പോൺസ് അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ബുദ്ധിപൂർവ്വം കണ്ടു നിന്നോളാം. അടിക്ക് തൊട്ട് മുമ്പ് വരെ അത്രേ ഉള്ളൂ. അതിപ്പോൾ കറക്റ്റ് നിന്നോളാം. തൊണ്ടി മുതലും ദുസ്സാക്ഷിയും ശരിക്കും നമ്മുടെ സിനിമകളിലെ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു. അതിലെ പോലീസ് വേഷം മറ്റു പോലീസ് വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ആ സിനിമ ടോട്ടലി ഒരു വ്യത്യാസമായിരുന്നു. സത്യസന്ധമായിട്ട് പറയട്ടെ, അതിനകത്ത് കൂടെ അഭിനയിച്ചവരെല്ലാവരും പോലീസുകാരായിരുന്നു. അവരാണ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പെരുമാറുന്നതെന്ന്, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ പെരുമാറും എന്ന് അവരഭിനയിക്കും ആദ്യം. ഉച്ചവരെ അതിൻ്റെ റിഹേഴ്സലായിരിക്കും അവരഭിനയിച്ച് കാണിക്കുന്നത്. അത് നമ്മൾ വാച്ച് ചെയ്യും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കഥാപാത്രമായിട്ട് ഞാൻ പോലീസുകാരനായിട്ട് വരുന്നു, ഞാൻ അഭിനയിക്കും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി. അതെ, അതിൽ അസിസ്റ്റന്റ് ആയിട്ട് ഷാഹി കബീർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാം അത്തരത്തിലുള്ളൊരു മേൽനോട്ടം ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾ പോലീസുകാരൊക്കെ മര്യാദക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഈ ഒരു ഫഹദിനെ അവൻ എൻ്റെ പേരിൽ കുറ്റാരോപിക്കുമ്പോൾ, എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിൽ കുറ്റാരോപിക്കുമ്പോൾ അവനെ ഉപദ്രവിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ പോത്തൻ പറഞ്ഞത് ശ്യാം പുഷ്കറിൻ്റെ ഭാര്യ കൂടെ ഉണ്ട് അസോസിയേറ്റായിട്ട്.
പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നു, പോലീസുകാർക്കും എനിക്കും ചീത്ത വിളിച്ചോളാൻ. അത് നമുക്ക് മ്യൂട്ട് ചെയ്യാം, ചീത്ത വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മത്സരിച്ച് ചീത്ത വിളിച്ചു. ബാക്കി എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പോലീസുകാരെ. എൻ്റെ ചീത്ത വിളി കേട്ടിട്ട് അവർ പറഞ്ഞു എന്താ അറിയോ, ഞങ്ങൾ പോലും ഇത്ര വിളിക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ കേൾക്കാത്ത ചീത്തയാണ്. അത് കൊള്ളാം. ഇപ്പം ചുരുളി വിവാദം നടക്കുന്നതേ ഉള്ളൂ. ഉണ്ണി ശരിക്കും യമണ്ടൻ പ്രേമകഥ വരെ എത്തുന്ന ഒരു ഗ്രാഫുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം പരിപാടികളൊക്കെ കൂടുതൽ പിടിക്കാൻ നിൽക്കും. പക്ഷെ അവിടം വരെ എത്തുന്ന നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ സത്യത്തിൽ എഴുതി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്കോപ്പ്, എഴുത്തിൽ അങ്ങനെ ഒരു സ്കോപ്പ്, ഇത്തരം ഒരു കോമഡിക്ക് ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കും, ഏത് പുതിയ കോമഡിയെ വരുത്താം. പക്ഷേ നിങ്ങളുടെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിട്ട് മാറുന്ന സമയത്ത് ആ തലച്ചോറിൽ നിങ്ങൾ ഇപ്പോൾ വിപിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു എഴുത്തിലെ സംവാദങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു വിപിനുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നു? ഇത് വിജയിക്കും, ഇല്ലെങ്കിൽ വിജയിക്കില്ല, ഇത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? അല്ല, അങ്ങനെയുള്ള ചർച്ചകൾ ഉടനീളം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൺവിൻസിങ് ആവുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ ലോക്ക് ചെയ്യുക, ഇത് വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ യമണ്ടൻ്റെ കേസിലാണെങ്കിൽ അത് പടം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റിലിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കട്ടപ്പനയിൽ മറ്റേ രതീഷ് വൻ വിജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പലയിടത്തും ചൂട് രതീഷ് വിൽക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ലൊക്കേഷനിൽ വൈകുന്നേരം ടിഫിൻ പഴം വരികയാണെങ്കിൽ അപ്പോൾ അത് രതീഷാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൊണ്ടുവരും. പക്ഷെ അതിനൊരു റിസ്ക് ഉണ്ടായിരുന്നു ശരിക്കും അല്ലേ? പിന്നെ അതിന് മുമ്പ് രതീഷ് എന്നൊക്കെ പറയുന്നത് അതെങ്ങനെ വർക്കൗട്ട് ആയതിനു ശേഷം രതീഷ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അതായിരുന്നില്ല, ഒരിക്കലും അല്ല. അപ്പം അത് ഇറങ്ങിയ ആളുകൾ ഇത് എടുക്കണത് വരെ നമ്മൾ ആ ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു റെഫറൻസ് യമണ്ടനിൽ ചായക്കട സീൻ ഉള്ളതുകൊണ്ട് തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെച്ചത്. പക്ഷെ അത് വർക്കാവോ അപ്പം നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവും നമ്മളുടെ അന്നത്തെ തോട്ട് ശരിയാ, അത് ചിലപ്പോൾ ഏക്കില്ല എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ആദ്യം അത് റിമൂവ് ചെയ്തതാണ്. പിന്നെ നമ്മൾ തമാശ കുറയ്ക്കരുത്, കാരണം ഭയങ്കര തമാശ ആളുകൾ ഇങ്ങനെ കാണുന്നവർ തമാശ ഉണ്ടാവുമല്ലോ അല്ലേ, തമാശ ആയിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ മാറ്റിയ 2 ദിവസം പിന്നെയും വെച്ചിട്ടൊക്കെയാണ് പടം ഇറക്കിയത്. പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് വെക്കണ്ടായിരുന്നു. ആദ്യം നമുക്ക് തോന്നിയാണ് കറക്റ്റ്, അത് വെറുതെ കൊണ്ടുവന്ന ആ സാധനം ആഡ് ചെയ്ത്. അപ്പം പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതൊരു ട്രോൾ മെറ്റീരിയലായി. ഏത് ചിത്രഗുപ്തൻ പറഞ്ഞ് വൈഫുടെ പറഞ്ഞത് അത് വേണ്ടായിരുന്നെന്ന് പിന്നീട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ കട്ടപ്പനയിലെ ഋതിക് റോഷൻ സത്യത്തിൽ ആ സമയത്തൊക്കെ വിഷ്ണുവിൻ്റെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു, ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടായിരുന്നു? കാരണം അത് വേറൊരു സക്സസ് ആണ്, അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സക്സസ് അല്ല. അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആവർത്തിക്കാൻ പറ്റണമെന്നില്ല. ഒരിക്കലും അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതുമല്ല, അത് സംഭവിച്ചതാണ്. അതെ, നമ്മളൊരിക്കലും ഇങ്ങനത്തെ ഒരു സക്സസ് ആക്കി കളയാമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. എല്ലാ സിനിമകളും എടുക്കുന്നത് സക്സസ് ആവാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അത് സംഭവിക്കണം. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴും പണിയെടുത്തോണ്ടിരിപ്പുണ്ട്. എപ്പോഴാ റിസൾട്ട്, ഏതിനാ റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് കട്ടപ്പനയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇന്നെടുത്ത് നമ്മളതൊന്ന് ഒന്നും കൂടി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തോരം റിസ്ക് എലമെൻറ്റുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഒബ്വിയസ്ലി എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ റിസ്ക്കാണ്. ഇപ്പം എന്നെ വെച്ചിട്ട് അത് ചെയ്യാൻ ആവശ്യക്ക നിന്നെ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് പറയണ തീരുമാനം തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഷൂട്ട് നടക്കുമ്പോൾ വരെ ഇക്കാനെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഇക്ക നമ്മളോട് പിന്നീട് പറഞ്ഞത് ഇത് വേണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്ന ആ ടെൻഷൻ. പിന്നെ ബിബിനും നാദർഷൊക്കെയും ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കണതാണ് നമ്മുടെ ധൈര്യം. അത് ആ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസമാണ്. അതെ, ഇപ്പൊ നമുക്ക് വേറെ ആളെ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിലെ കുറെ സീക്വൻസുകളിലൊക്കെ ഇങ്ങനത്തെ കുറെ റിസ്കി സാധനങ്ങളുണ്ട്. ഇയാളുടെ മനസ്സിൽ സന്തോഷം വന്ന അപ്പം മറ്റേ വയലിൻകാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ് ബാക്കിൽ. ഇതൊക്കെ വർക്കായില്ലെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതിന് സങ്കടം വരുമ്പോൾ വേറൊരാൾ മറ്റേ ഷെഹനായി വന്ന് വായിക്കേണ്ട ഒരു വല്യപ്പൻ കാരണവര്. ഇതൊക്കെ ഏറ്റില്ലെങ്കിലത്തെ അവസ്ഥ ദയനീയമായി പരാജയം. പക്ഷെ അത് ഏറ്റു ഭയങ്കര രസമായിട്ട് ഏറ്റല്ലോ. നമ്മൾ ആ ഇമോഷൻസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതുപോലൊരു റിസ്ക് നമ്മൾ അന്ന് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഹിറ്റായ പടത്തിന് നമ്മൾ നോക്കിയിട്ട് നന്നായി വർക്കായാലും എല്ലാം വർക്കാവും. അതിലെ ഓരോ സാധനത്തും പ്രൈസ് ചെയ്യപ്പെടും. വർക്കായില്ലെങ്കിൽ ഇതെല്ലാം നേരെ ബാക്ക് ഫയർ ചെയ്യും.
വർക്കാവാത്ത പരിപാടി അങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്ത് കാര്യമായിരിക്കണം അത്ര റിസ്ക് എടുക്കേണ്ടതെന്ന് ചോദിക്കും. നേരത്തെ നമ്മൾ അതേപോലത്തെ റിസ്ക് എടുത്തതാണ് വർക്കായിട്ടുള്ളത്. സജിൻ ശരിക്കും കോ റൈറ്ററായിട്ട് ഗിരീഷേടിയുടെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഡിസ്കഷൻസ് എങ്ങനെയാ പോവുക? ഒരേ മനസ്സാണ്. ഞാൻ ആക്ച്വലി ഗിരീഷായിട്ട് നേരിട്ട് കോറൈറ്റർ ആയിട്ടില്ല, ഞാൻ അയാം കാതലിൽ ഞാൻ മാത്രം വരുന്നു അതിൽ. ഓ അതിൽ. പക്ഷെ അല്ല മറ്റേ പടത്തിലോ നമ്മുടെ ആള് രാമേന്ദ്രൻ രാമേന്ദ്രല്ലേ കോറൈറ്റർ. ഡിസ്കഷൻസ് ഈ പറഞ്ഞ പോലെ ഈ കോറൈറ്റർ ആവുന്ന സിനിമ എന്നുള്ളതല്ല, എല്ലാ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കഥയും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നിരന്തരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരാളാണ് ഗിരീഷ്. അതുപോലെ അങ്ങനെയുള്ള തമാശകൾ തന്നെയാണ് പ്രധാനമായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുക എപ്പോഴും. പക്ഷെ കുറച്ചുകൂടെ ഈ സിറ്റുവേഷനിൽ സെറ്റിലായിട്ട് ഇപ്പോൾ വിഷ്ണു ഒക്കെ ചെയ്തതുപോലെ അല്ല, അത് ലൗഡായിട്ടുള്ളൊരു കോമഡിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഇങ്ങനെയാണ്. പക്ഷെ അത് വർക്കൗട്ട് ആവില്ലേ എന്നുള്ളത് എങ്ങനെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളത് ഇത് അല്ല, അത് ഭയങ്കര പ്രശ്നം. ഞാൻ ഈ പ്രേമലുവിന്റെ സ്ക്രിപ്റ്റ് ഞാനാണ് ആദ്യം വായിക്കുന്ന ഒരാള്. ഇവര് അപ്പൊ പറയുമ്പോ നമുക്ക് ചിരി വരും, പക്ഷെ ഇതൊക്കെ കേൾക്കുമോ എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉള്ളിലുണ്ടാവും. ഇപ്പൊ മറ്റേ ഉണ്ടല്ലോ, സ്റ്റോക്ക് മാർക്കറ്റില് സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുകയും ചെയ്യാന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ചിരിച്ചു കേട്ടപ്പോ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക ഡൗട്ട്. ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ നാഗസൈരന്ധ്രയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ റിസ്ക് ആണ് എടുക്കുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച് വന്നു വെച്ചാൽ മറിഞ്ഞു വീഴുവാണ് എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ ശരിക്കും നാഗസൈരന്ധ്രയുടെ ഇതിൽ കറക്റ്റ് ഹ്യൂമർ കിടപ്പുണ്ട്. അറിയാത്ത ആൾക്കാർക്കും അത് വർക്കൗട്ട് ആവും. അതെ, ആ ടോണൊക്കെ പിടിക്കും. അപ്പോൾ ഒടുവിലും നമ്മുടെ വ്യസന സമേതം ബന്ധുമിത്രാദികളിലും സൈരന്ധ്ര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോമഡി എന്ന് പറയുന്നത് പരിപാടി ഇച്ചിരി പ്രശ്നമുള്ള പരിപാടിയാണ്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നാടകം തന്നെ രണ്ടാമത് കളിക്കുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. ഈ സാധനം മറ്റേ പ്രേക്ഷകനാണെങ്കിൽ പണി കിട്ടൂലേ. കോമഡി കൈകാര്യം ചെയ്യാൻ എത്രത്തോളം റിസ്ക് ആണ്. ഇല്ലെങ്കിൽ ഒരു നാടക പ്രവർത്തകൻ എന്ന് വെച്ചാൽ ഒരു ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും കൂടെ ഉണ്ടല്ലോ ചേട്ടന്. അപ്പം ഒരു കോമഡി എങ്ങനെയായിരിക്കും, എന്താണ് കോമഡിക്ക്? ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ കളിയാക്കുകയും കോനടിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാം സീരിയസ് വേഷം. ഞാനൊരു ഒരു നാടകത്തിൽ പോലും പോലീസ് വേഷം കെട്ടിയിട്ടില്ല. അവിടെ നിന്നാണ് ഞാൻ ഇത്രയും പോലീസ് വേഷം സിനിമയിലേക്ക് ഇഷ്ടം പോലെ എല്ലാത്തിലും പോലീസ് വേഷം. അപ്പോൾ ഞാനിത് മഹേഷിൻ്റെ പ്രതികാരം അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പക്ഷേ സീരിയസ് ആയിട്ടാണ് ചെയ്തത്. കണ്ടവർക്കാണ് കോമഡിയായിട്ട് തോന്നിയത്. നേരത്തെ അവരോട് ചോദിച്ചതുപോലെ നായിൻ്റെ മോനെ കരയിക്കല്ലേ എന്ന് പറയുന്നൊരു സീനുണ്ട്. ഞാൻ സൗബിനോട് പറയുന്നത്, ഇത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ എടുക്കുക? ഞാൻ കട്ട സീരിയസ് ആയിട്ട് പറയണോ അതോ കോമഡി ആയിട്ട് പറയണോ? കരഞ്ഞും പറഞ്ഞു. അങ്ങനെ 3 ടൈപ്പ് രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. എനിക്ക് പേടിയുണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതിൽ ആദ്യം എടുത്ത ടേക്കാണ് അവരുപയോഗിച്ചത്, സിനിമയിൽ ഉപയോഗിച്ചത്. ഞാൻ ഈ സീൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി, തിയേറ്റർ സൈലൻ്റ് ആണോ, ചിരിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഒരു അനക്കമുണ്ടോ, അതോ കൂവുന്നുണ്ടോ. പക്ഷേ ആദ്യത്തെ ആ സാധനമാണ് ഉപയോഗിക്കപ്പെട്ടതും ആൾക്കാർ ചിരിക്കുകയും ചെയ്തത്. നിങ്ങളുടെ ഒരു കോംബോയും അതേപോലെ സൗബിൻ്റെ ഒരു സംഭാഷണ ശൈലി അന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പിന്നീട് നമുക്ക് മനസ്സിലായി. അതും ഭയങ്കര ഒരു ഇതായിരുന്നില്ലേ, ഫ്രഷായിരുന്നു. അത് ഈ ആക്ടേഴ്സിന്റെ കൊടുക്കൽ വാങ്ങലാണ് വാസ്തവത്തിൽ. ബേബി ഇത്ര ചീപ്പാണോ എന്ന് ചോദിക്കുന്നത് ഇപ്പോഴും ആർട്ടിസ്റ്റ് ബേബി. ഭയങ്കര രസമുള്ള ഈ സീരിയസ് കൈൻഡ് ഓഫ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് സംവിധായകരോട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ബ്രേക്കൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ മനസ്സിൽ മോഹമുണ്ടോ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ല, കർണൻ അതെല്ലാവരും വരുന്നത് എന്നെ മര്യാദയ്ക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, അനുഭവങ്ങളൊന്നുമില്ല. ഈ സെറ്റിൽ പോയാൽ ശരിക്കും ഭയങ്കര നല്ല കുട്ടിയാണോ സംവിധായകൻ്റെ, അതേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ? അത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. നമ്മളൊരു ഗ്രൗണ്ടിൽ ഇറങ്ങി ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു മിസ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ദേഷ്യത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് ശത്രുതയല്ല. അതുപോലെ സെറ്റിൽ ഞങ്ങൾ ആരും ശത്രുക്കളായിട്ടല്ല. ഒരു സ്റ്റണ്ട് സീൻ ചെയ്യുമ്പോൾ പോലും മിത്രങ്ങളായിട്ട് തന്നെയാണ്. അയാളുടെ ദേഹത്ത് കൊള്ളാതെ സൂക്ഷിച്ച് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഓരോ ഇടി കഴിയുമ്പോഴും ഫൈറ്റ് മാസ്റ്റർ ഓക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ്. അത് പ്രേക്ഷകൻ കാണുന്നില്ല. അതെ അതെ. പക്ഷേ ഈ നാടകത്തിൻ്റെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കും സംവിധായകമായിട്ട് വരുന്നതെങ്കിൽ അപ്പോൾ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഈഗോ കാണിക്കുമോ ശരിക്കും?
അതെ, അവരുമായിട്ട് ഭയങ്കരമായിട്ട് ലയിച്ചു പോകാനായിരിക്കും ശ്രമിക്കുക. ഞാൻ അവരുമായിട്ട് ലയിച്ചു പോകുന്നുണ്ട്. എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. അമ്മയുടെ മീറ്റിങ്ങിന് പോയാൽ പോലും ഞാൻ ചെന്നിരിക്കുന്ന പുതിയ പിള്ളേരുടെ കൂട്ടത്തിലാണ്. എൻ്റെ പ്രായത്തിലുള്ളവരുണ്ട്, എൻ്റെ കൂടെ നാടകം കളിച്ചവരുണ്ടാവാം. പക്ഷേ എനിക്ക് പുതിയ ജനറേഷനൊപ്പം ഒരു ബേബിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഓ, അടിപൊളി. അത് നല്ലതാണ്. നിശാന്തേട്ടാ, കുറേ കാലമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെന്താണ് ശരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്നിട്ട് പോയത് എന്നാണ്. ഇത് ഇപ്പം RDX ആ സമയത്തൊക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ടോവിനോരോട് പടം ഉണ്ടായിരുന്നല്ലോ, അന്വേഷിപ്പിൻ കണ്ടെത്തും. അല്ല, ആ ഒരു സമയത്ത് ചെയ്ത ഒരു 3-4-5 സിനിമകൾ ഇതേ ഉടനെ റിലീസ് ആവാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം കുഴപ്പമില്ലാണ്ടൊരു വലിയ ബ്രേക്ക് വരാണ്ട് അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും തൽക്കാലം. പക്ഷെ ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചൊരു നായകനെ ഞങ്ങൾക്ക് പിന്നെ കിട്ടിയില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. പിന്നെ വില്ലനായിട്ട് തിളങ്ങി, ഇപ്പോൾ തിളക്കം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അന്ന് കോട്ടിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അതെന്താണെന്ന് അറിയോ, ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായത്തിൽ തുടങ്ങിയതാണ് സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ എത്തുക എന്നുള്ളൊരു ആഗ്രഹവും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ ആഗ്രഹിച്ചത് നേടി, ആഗ്രഹിച്ചോടെ എത്തി എന്ന് പറഞ്ഞ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ അന്നേരമായിരുന്നു ആ ഫയർ വരണ്ടിയിരുന്നത്. അതാ എത്തി, ഇനി കാണിക്കണം, ഇനി ചെയ്യണം, അതങ്ങ് പോയി. അതായിരുന്നു തോന്നുന്നു എനിക്ക് പറ്റിപ്പോയി. നന്നായി ഫോക്കസ്ഡ് അല്ലാണ്ടായി പോയി. പിന്നെ അതെ, പക്ഷെ ഇപ്പം കുറെ കൂടെ ഒരു എന്നോടൊന്ന് അതെ ഇപ്പൊ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നിലൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ബ്രേക്ക് വരാനുള്ള കാരണമുണ്ട്. ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ചു. ഇല്ലപ്പാ, ഇപ്പൊ വായന നിർത്തി. എനിക്ക് നീന്താൻ അറിയണ്ടായിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ നീന്തൽ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ടില്ല അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. നമ്മൾ ഈ പഠിത്തവും നമ്മുടെ പ്രായവും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ള പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഈ സ്കൂളിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണല്ലോ നമ്മൾ വളരുന്നതിൻ്റെ ഒരു. അപ്പൊ ഈ പഠനം, എന്തിൻ്റെയും പഠനം നമ്മൾ വീണ്ടും ഒരു enthusiast ആക്കും, നമ്മളൊരു തുടക്കക്കാരനാക്കും, ചെറുപ്പം കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പൊ പലതും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ബോഡി ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ടോ, അതെ സാധാരണ വർക്കൗട്ടേ ഉള്ളൂ? ഇപ്പൊ ഞാൻ ബോഡി ബിൽഡിംഗ് ഒന്ന് ചവിട്ടിയിരിക്കുകയാണ്. കാരണം അത് ഈ വിങ്സ് ഒക്കെ കുറെ നാള് ഞാൻ വിങ്സ് ഒക്കെ ആയിട്ട് നടന്നു. ഇനിയിപ്പൊ വിങ്സ് ഒന്നും ഇല്ലാണ്ട് നടക്കാനുള്ള ഒരു കൊതിയും. സത്യം പറഞ്ഞാൽ അത് കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ മസിൽ ഒരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു. കാരണം നമ്മൾ ഈ നിൽക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ ഒരു പിടുത്തവും അതെ. അപ്പൊ എനിക്കിപ്പം അത് കളയുന്നതിലാണ് ഞാനൊരു ഹരം കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മസിൽ കുറഞ്ഞു, ഇത് പോയി, ഇപ്പം ഒരു നോർമൽ രൂപത്തിലേക്ക് ഞാൻ എത്തി തുടങ്ങി എന്നുള്ള. മാവിലൊക്കെ കല്ലെറിയാൻ തോന്നുന്നുണ്ട്. അതെ. നേരത്തെ വിഷ്ണു പറഞ്ഞാൽ ഇപ്പൊ പുറമൊക്കെ ചൊറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ ശരീരം അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആകണ്ടേ കുറച്ചുകൂടെ? അങ്ങനെ തീർച്ചയായിട്ടും ഒരു നടന്റെ മീഡിയം എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി തന്നെയാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു മമ്മൂക്ക തന്നെയാണ്. ഈ പ്രായത്തിലും ഏത് ചെറുപ്പക്കാരേക്കാളും ശരീരം സൂക്ഷിക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ആ മനുഷ്യൻ തയ്യാറാവുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ് അദ്ദേഹത്തിൻ്റെ മീഡിയം എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ വയസ്സനായിട്ട് മമ്മൂക്കയുടെ അപ്പനായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷം ചെയ്യാൻ ആൾ വേണം. തീർച്ചയായിട്ടും അത് വേണം. ഈ അപൂർവ പുത്രന്മാർ ശരിക്കും എത്രത്തോളം പ്രതീക്ഷയുള്ള സിനിമ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു സിനിമയുടെ മൂഡായിരിക്കും അതിൻ്റെ സെറ്റിന് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഈ സിനിമയുടെ അതേ മൂഡ് തന്നെയായിരുന്നു. സജിനെ ഞാൻ വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കാം. അല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഈ സിനിമ കണ്ട് എന്തായാലും ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, ചിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ ഈ അടുത്ത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഫണ്ണുള്ളൊരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. FDFS കഴിയുമ്പോൾ ഞാൻ വിഷ്ണുവിനെ അവിടെ വെച്ച് കാണും. അന്ന് ഞാൻ ചോദിക്കും, കാണണം ചേട്ടാ ചിരിക്കൂലേ? വിശ്വസിക്കും, പറഞ്ഞ എനിക്ക് എന്നെ ചിരിപ്പിച്ചാൽ ഞാൻ ചിരിക്കും. സിനിമ പിന്നെ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഇവരെല്ലാവരും ഈ കോമഡി മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അഭിനയിച്ച സീൻ കരയിക്കും. അതെ, അത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഇന്റർവ്യൂല്. അല്ല, ഞാൻ ഉള്ള സമയം കൊണ്ടേ അതാ പറഞ്ഞു, ഈ സിനിമയിലെ എല്ലാ ഇമോഷൻസും കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇതിൽ ആക്ഷേപഹാസ്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്യാവശ്യം പരിപാടികൾ, മൊത്തത്തിൽ ഫണ്ണുണ്ട്. ഓക്കെ, ഇശാനേട്ടാ
നിങ്ങളൊക്കെ പറയണ കേട്ടിട്ട് ഞാൻ വിശ്വസിക്കുക. ആ തീർച്ചയായിട്ടും. നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്, ഒന്നും പറയാനില്ലേ. നമ്മൾ ഈ കുറെ നാളായിട്ട് അതെ കുറെ സെറ്റുകളിൽ പോയി നമ്മൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് ചില ലൊക്കേഷനിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വൈബ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ചിലത് സിനിമയുടെ എടുപ്പും പോക്കൊക്കെ ഒരു വഴിക്കായിരിക്കും, പക്ഷെ ലൊക്കേഷനിൽ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറയും. ഇത് രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് ആ സിനിമയും ഇഷ്ടപ്പെടുന്നു, അത് എടുക്കുന്നതും ക്യാമറയുടെ മുമ്പിൽ നടക്കുന്നതും ക്യാമറയുടെ പിന്നിൽ നടക്കുന്നതും ഒക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിഷാദിന്റെ മുഖത്ത് ഒരു കുസൃതി നിറഞ്ഞ വില്ലനെ നിങ്ങൾ കണ്ടില്ലേ സംവിധായകരെ? നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ നിഷാദിന്റെ ഉപയോഗിക്കണം. ഒപ്പം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഈ പറയുന്ന പോസിറ്റീവായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു.